എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 88 ശ്ലോകം 8 മുതൽ 16 വരെ 9 ശ്ലോകങ്ങളിൽ നിന്ന് നമുക്ക് നോക്കാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച. ശ്ലോകം 8. യസ്യാഹമനുഗൃഹാമി ഹരിഷ്യേ തദ്ധനം ശനൈ തതോ ധനം ത്യജന്ത്യസ്യ സ്വജനാ ദുഃഖദുഃഖിതം. ഭഗവാൻ പറഞ്ഞു, യാതൊരാളെ അനുഗ്രഹിക്കാൻ ഞാൻ വിചാരിക്കുന്നുവോ അവന്റെ ധനത്തെ മെല്ലെ മെല്ലെ ഞാൻ അപഹരിക്കും. അത് നിമിത്തം ഉത്തരോത്തരം ക്ലേശിക്കുന്ന നിർധനനായ അവനെ അവന്റെ ബന്ധുക്കളും മറ്റും ഉപേക്ഷിക്കും. അതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. പക്ഷെ ഭഗവാന്റെ പ്രീതിക്ക് പാത്രമായിട്ട് ഭവിച്ച ധ്രുവൻ, പ്രഹ്ലാദൻ മുതലായ പലരും ധാരാളം ധനമുള്ളവരാണ് അല്ലെ, ബന്ധുമിത്രാദികളൊക്കെ ഉള്ളവരായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭഗവാൻ പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഒന്ന് ആലോചിച്ച് അറിയേണ്ടതാണ്. അതായത് യാതൊരുത്തൻ എന്നിൽ ഭക്തിയുള്ളവനായിട്ട് വിഷയങ്ങളെ ഉപേക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവൻ തന്നെയാണ് എന്റെ അനുഗ്രഹത്തിന് യോഗ്യൻ എന്നാണ് ഭഗവാൻ പറഞ്ഞതിന്റെ സാരം. അവൻ വിഷയങ്ങളെയൊക്കെ ഉപേക്ഷിക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും അതിനു മുമ്പുള്ള ആ ധനസമൃദ്ധികളെയൊക്കെ ഉടനെ പരിത്യജിക്കാൻ സാധിക്കില്ല. അപ്പൊ പിന്നെയും കുറേശ്ശെയൊക്കെ ആസക്തി ഉള്ളവനായിട്ട് ഇരിക്കും. ആസക്തി ഉണ്ടാവുമ്പോ എന്താ, പിന്നെ ക്ലേശം അല്ലെ ഉണ്ടാവും. അപ്പൊ അവന്റെ ആസക്തിക്ക് വിഷയങ്ങളായിരിക്കുന്ന ആ ധനാദി വിഷയങ്ങളെ അപഹരിക്കുന്നത് തന്നെ അവരെ കുറിച്ച് ഞാൻ ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ അനുഗ്രഹം. ആ ധനാദികൾ ഏതിനാണ് ആസക്തി അതങ്ങോട്ട് മുഴുവൻ മാറിയിട്ടില്ലെങ്കിൽ ആ ധനാദികളെ ഞാൻ നശിപ്പിക്കും. അപ്പൊ അതില് വിരക്തി ജനിപ്പിക്കും എന്നർത്ഥം ധനാദികളില് ഭഗവാൻ. അങ്ങനെ ധ്രുവനും ഒക്കെ ആദ്യം അധികം ഐശ്വര്യം നൽകിയെന്ന് വെച്ചാലും ക്രമത്തില് അവർക്കും ആ വക ധനാദികളിൽ വിരക്തി ജനിപ്പിച്ച് അവസാനം പരമാർത്ഥബോധം നൽകി ബന്ധമോക്ഷ സുഖാനന്ദത്തിൽ നരാക്കി തീർത്തു. എപ്പോ ആരെ കുറിച്ച് ഭഗവാൻ അനുഗ്രഹിക്കുന്നുവോ അപ്പോ അവരുടെ നിത്യാനന്ദ വിരോധികളായ ധനാദി വിഷയങ്ങളെ നശിപ്പിക്കുകയോ ആ വക വിഷയങ്ങളിൽ ദോഷദൃഷ്ടി അവർക്ക് നൽകി അവരെ കൊണ്ട് തന്നെ അവയെ തീരെ പരിത്യജിപ്പിക്കുകയോ ചെയ്യുന്നത് ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ പൂർവ്വരൂപം. ഒന്നുകിൽ അവരുടെ ധനങ്ങളെ മുഴുവൻ നശിപ്പിക്കും, അല്ലെങ്കിൽ അതിൽ അവർക്ക് ആസക്തി ഇല്ലാതെയാക്കും. അങ്ങനെയാണ് ഭഗവാന്റെ അനുഗ്രഹം. അങ്ങനെ ധനാദികളെ അവർ ഉപേക്ഷിക്കുകയോ ധനാദികളെ നശിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് ക്ലേശം ഉണ്ടാവണില്ല. എന്താണെന്ന് വെച്ചാൽ ആസക്തി ഇല്ലല്ലോ. പക്ഷെ പുറത്ത് കാണുന്നവർക്ക് അവര് ആഹാരാദികൾക്ക് കൂടി ക്ലേശിക്കുന്നവരെ പോലെ അന്യദൃഷ്ടിയിൽ തോന്നും. അവർക്ക് കഷ്ടം, ഇതെല്ലാം നശിപ്പിച്ചുല്ലോ ഭഗവാൻ, ഒന്നുമില്ലാതെ ആക്കി തീർത്തുല്ലോ. അപ്പൊ എന്തായി, ബാക്കിയുള്ളവരൊക്കെ ധനലുപ്തന്മാരായിട്ടുള്ള ബന്ധുക്കള് മുഴുവനും അവരെ ഉപേക്ഷിക്കും. അങ്ങനെ ബന്ധുക്കളൊക്കെ ഉപേക്ഷിച്ചു കഴിയുമ്പോൾ ഈ ഭക്തന്മാരുടെ ആനന്ദ പ്രതിബന്ധങ്ങളായ പുത്രമിത്ര ധനധാന്യ രൂപ വിഷയങ്ങളിൽ നിന്ന് ഇവര് മുക്തരായിത്തീരും അല്ലെ. അങ്ങനെ പരമാത്മ സാക്ഷാത്കാരത്തെ കൂടുതൽ അവർക്ക് അനുഭവിക്കാൻ ഇടവരുന്നു. അതാണ് അതിന്റെ അർത്ഥം. ധനം മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധുക്കളൊന്നും അടുത്ത് കൂടില്ല അല്ലെ. അപ്പൊ അവർക്ക് സുഖമായിട്ട് ഭഗവാനെ സേവിച്ച് കഴിയാം. സയദാ വിധതോദ്യോഗോ നിർവിണ്ണസ്യാത്യനേകയാ മൽപരൈകൃതമൈത്രസ്യ കരിഷ്യേ മദനുഗ്രഹം. ഈ ധനങ്ങളൊക്കെ നശിച്ചു കഴിയുമ്പോൾ ബന്ധുക്കൾ ഉപേക്ഷിച്ചാലും വീണ്ടും ധനം ഉണ്ടാക്കണം, സമ്പാദിക്കണം, ബന്ധുക്കളെ സന്തോഷിപ്പിക്കും എന്നുള്ള വിചാരത്തോടെ ധനം ഉണ്ടാക്കാനായിട്ട് പരിശ്രമിച്ചാൽ ആ പരിശ്രമത്തെ ഞാൻ വിഫലമാക്കി തീർക്കും. അങ്ങനെ അവൻ ധനാർജന പരിശ്രമത്തെ ഉപേക്ഷിച്ച് എന്റെ ഭക്തന്മാരോടുകൂടി ബന്ധുതയെ പ്രാപിക്കുന്നു. അപ്പോൾ അവന്റെ നേരെ അനുഗ്രഹ ബുദ്ധിയോടെ ഞാൻ അവന് പരമാർത്ഥ ബോധം നൽകുന്നു. അതുതന്നെയാണ് ഞാൻ ചെയ്യുന്നതായ അനുഗ്രഹം. തൽ ബ്രഹ്മപരമം സൂക്ഷ്മം ചിന്മാത്രം സദനന്തകം അതോ മാം സുദുരാരാധ്യം ഹിത്വാ ഞാൻ ഭജതേ ജന. അവന്
ഞാൻ ചെയ്യുന്ന അനുഗ്രഹം എന്തെന്നാൽ കാലദേശ വസ്തു പരിച്ഛേദരഹിതമായിട്ട് നാശമില്ലാത്തതായി അതിസൂക്ഷ്മമായി ജ്ഞാനമാത്രമായിരിക്കുന്ന ആ ബ്രഹ്മം അവൻ തന്നെ എന്നുള്ള പരമാർത്ഥ ബോധം ഞാൻ അവന് നൽകുന്നു. ഇപ്രകാരം അനുഗ്രഹത്തിന്റെ ആരംഭത്തിൽ ദാരിദ്ര്യ ദുഃഖം കാണപ്പെടുന്നു എങ്കിലും അവസാനത്തിൽ ബ്രഹ്മാനന്ദം നൽകുന്നവനാണ് ഞാൻ. ഇങ്ങനെ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ഭജിക്കുന്നവരുടെ ഫലം പറയാണ് ഭഗവാൻ. ക്ഷിപ്രപ്രസാദികളായ ബ്രഹ്മാവ്, ശിവൻ മുതലായ ദേവന്മാരെ ഭജിക്കുന്നവര് ആ ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ട് രാജ്യ ഐശ്വര്യാദി സമ്പന്നന്മാരായിട്ട് ഭവിക്കുന്നു. അപ്പോ ക്രമേണ അവര് ന്യായാന്യായങ്ങളെയൊന്നും ആലോചിക്കാതെ തോന്നിയ പോലെ പ്രവർത്തിക്കണു. തങ്ങളെ ശാസിക്കാൻ മറ്റാരും ഇല്ല എന്നുള്ള വിചാരം കൊണ്ട് ഗർവിതന്മാരായി തങ്ങളുടെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് ചിന്ത ചെയ്യാതെ യഥേച്ഛം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, തങ്ങൾക്ക് വരം നൽകിയ ദേവന്മാരെ കൂടി മറക്കുകയും അനാദരിക്കുകയും ചെയ്യുന്നു. ശ്രീശുക ഉവാച ശാപപ്രസാദയോരീശ ബ്രഹ്മ വിഷ്ണു ശിവാദയ സദ്യ ശാപപ്രസാദോംഗ ശിവോ ബ്രഹ്മാ നചാച്യുത. അപ്പൊ മുകളിൽ പറഞ്ഞ സംഗതിക്ക് ഉദാഹരണമായിട്ട് ഒരു കഥ ആരംഭിക്കുകയാണ്. ഹേ രാജാവേ, ഭക്തന്മാരെ അനുഗ്രഹിക്കാനും ഇതരന്മാരെ നിഗ്രഹിക്കാനും ബ്രഹ്മാവും വിഷ്ണുവും ശിവനും മറ്റെല്ലാ ദേവന്മാരും വളരെ സമർത്ഥന്മാരാണ്. എന്നാൽ ക്ഷിപ്രം പ്രസാദിച്ച് അനുഗ്രഹിക്കുകയും കോപിച്ച് നിഗ്രഹിക്കുകയും ചെയ്യുന്നത് ശിവനും ബ്രഹ്മാവുമാണ്. നശിക്കാത്ത മാഹാത്മ്യത്തോടു കൂടിയ അച്യുതനാകട്ടെ ക്ഷിപ്രം പ്രസാദിക്കുകയില്ല, ക്ഷിപ്രം കോപിക്കുകയുമില്ല. അത്ര ചോദാഹരന്തീമമിതിഹാസം പുരാതനം മൃഗാസുരായ ഗിരിശോ വരം ദത്വാപസങ്കടം. ഈ സംഗതിയുടെ ദൃഷ്ടാന്തമായിട്ട് പണ്ടുണ്ടായിട്ടുള്ള ഒരു ചരിത്രം പൂർവന്മാരെ ഉദാഹരിച്ചു പറയാണ്. ശിവൻ മൃഗാസുരന് ഒരു വരം നൽകി. അത് നിമിത്തം ശിവൻ തന്നെ സങ്കടത്തിലകപ്പെട്ടു. മൃഗോ നാമാസുരപുത്ര ശകുനേപതി നാരദം ദൃഷ്ട്വാശുതോഷം പ്രപ്രച്ഛ ദേവേഷു ത്രിഷു ദുർമതി. ആ കഥ വിസ്തരിച്ചു പറയാണ്. ശകുനിയുടെ പുത്രനായ മൃഗാസുരൻ ഒരു ദിവസം നാരദ മുനിയെ വഴി വിളിച്ചു കണ്ടപ്പോ ബ്രഹ്മവിഷ്ണു രുദ്രന്മാരായ ത്രിമൂർത്തികളിൽ വെച്ച് വേഗം പ്രസാദിക്കുന്ന ദേവൻ ആരാ എന്ന് നാരദ മഹർഷിയോട് ചോദിച്ചു. നാരദ മഹർഷിക്ക് മനസ്സിലായി ഇവൻ ദുർബുദ്ധിയാണെന്ന്. അപ്പൊ വേഗം വരം വാങ്ങി പരന്മാരെ ഉപദ്രവിക്കണം എന്നാണ് അവന്റെ വിചാരം എന്നുള്ളത് അദ്ദേഹത്തിന് നല്ലോണം മനസ്സിലായി. സാഹദേവം ഗിരിശം ഉപാധാവാശു സിദ്ധ്യസി യൽപാഭ്യാം ഗുണദോഷാഭ്യാം ആശു തുഷ്യതി കുപ്യതി. കൈലാസപതിയായ ദേവനെ നന്നായി സേവിച്ചോളൂ. ഭഗവാൻ ക്ഷിപ്രപ്രസാദിയാണ്, നിനക്ക് വേഗം സിദ്ധിയെ പ്രാപിക്കും. മഹാദേവൻ പക്ഷേ ഒരു കാര്യം കേട്ടോ, അല്പങ്ങളായ ഗുണദോഷങ്ങൾ കൊണ്ട് വേഗം സന്തോഷിക്കുകയും അതുപോലെ കോപിക്കുകയും ചെയ്യും എന്നും കൂടി നാരദൻ പറഞ്ഞു. ദശാസ്യപാണയോ തുഷ്ട സ്തുവതോർവന്ദിനോരിവ ഐശ്വര്യമതുലം ദത്വാ തഥാപസു സങ്കടം. സ്തുതിക്കുന്ന വന്തികളുടെ നേരെ എന്ന പോലെ രാവണന്റെയും ബാണന്റെയും പേരിൽ സന്തോഷിച്ച പരമശിവൻ അവർക്ക് തുല്യമില്ലാത്ത ഐശ്വര്യം നൽകി, ധാരാളം ഐശ്വര്യം നൽകി. അതുകൊണ്ട് ശിവൻ തന്നെ സങ്കടത്തിൽ പെട്ടു. ഭഗവാന് തന്നെ വിഷമായി. ഇത്രയും അവര് രണ്ടുപേരും അഹങ്കാരികളായി. രാവണൻ ഭഗവാന്റെ കൈലാസത്തിൽ തന്നെ ഇങ്ങനെ എടുത്തിട്ട് അമ്മാനാടി അല്ലെ. ബാണൻ പറഞ്ഞു, അവിടുന്ന് എന്റെ കോട്ടയ്ക്ക് കാവൽക്കാരനായിട്ട് നിൽക്കണമെന്ന് ഭഗവാനോട് പറഞ്ഞു. അപ്പൊ അതും കൂടി ചെയ്യേണ്ടതായിട്ട് വന്നു മഹാദേവന് എന്ന് പറയാണ് നാരദൻ. അങ്ങനെ നാരദൻ പറയണത് കേട്ടിട്ട് ആ മൃഗാസുരൻ മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് പോകുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.